प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. എല്ലാവർക്കും നമസ്കാരം. പ്രിയ കുട്ടികളെ, ഓണമൊക്കെ എല്ലാവരും അടിപൊളിയായി ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഞാനിന്ന് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ടാണ്. ഓരോ ചോദ്യങ്ങളും വായിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ പറയുകയും അതിൻ്റെ ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നു. മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് पहला 15 मिनट कूल ऑफ टाइम है. इस समय प्रश्नों का वाचन करें और उत्तर लिखने की तैयारी करें. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് വായിച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാൻ തയ്യാറാകാനാണ് പറഞ്ഞിരിക്കുന്നത്. വൈകൽപിക് പ്രശ്നോം സെ കിസി ഏക് കാ ഉത്തർ ലിഖേ. ചോയ്സ് ഉള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഉത്തരം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ചോയ്സ് ഉള്ള ചോദ്യങ്ങളിൽ രണ്ടിൻ്റെയും ഉത്തരം തന്നിട്ടുണ്ട്. അത് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ സൂചന വായിച്ചത്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. सूचना 1. जूलिया और लूना कहानी का अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. ജൂലിയ ഓർ ലൂണ എന്ന കഥയുടെ ഈ ഭാഗം വായിക്കുക. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആ ഭാഗം പുസ്തകത്തിലെ തന്നെ ഒരു ഭാഗമാണ്. दिन हफ्ते महीने बीत गए पर लड़की तो उधरी ही नहीं. लोगों को जब पता चला तो उसके लिए खाना पानी स्टोव किताबें गद्दा कंबल कपड़े सब ले आए. शुक्रिया, लड़की चकचकाई. उसने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. നമ്മൾ കണ്ടു, മരത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ജൂലിയ ആ മരത്തിന് മുകളിൽ കയറിയിരുന്നു. മരം വെട്ടുകാർ ഏതാണ്ട് 738 ദിവസം കാത്തിരുന്നതിന് ശേഷം തിരിച്ചു പോകുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കഥയിലുള്ളത്. ആ കഥയുടെ നടുഭാഗമായിട്ടാണ് പറയുന്നത്. ദിൻ ഹഫ്തെ മഹീനെ ബീത് ഗയെ. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. പർ ലഡ്കി തോ ഉദരി ഹി നഹീം. പക്ഷേ പെൺകുട്ടി മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയേയില്ല. ലോഗോं को जब पता चला तो उसके लिए खाना पानी स्टोव किताबें गद्दा കമ്പൽ കപ്പടെ സബ് ലേ ആയേ. ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കൊണ്ടു കൊടുത്തു? ഭക്ഷണം, വെള്ളം, സ്റ്റൗവ്, പുസ്തകങ്ങൾ, മെത്ത, കമ്പിളി, വസ്ത്രങ്ങൾ എല്ലാം കൊണ്ടു കൊടുത്തു. ശുക്രിയ, ലഡ്കി ചക്ചഹായി. അവർക്കെല്ലാവർക്കും പെൺകുട്ടി നന്ദി പറഞ്ഞു. ഉസ്നെ ചിടിയോങ്കി തരക് പേട് പർ അപ്ന ഘോംസല ബനാ ലിയ. അവൾ പക്ഷികളെ പോലെ മരത്തിൻ്റെ മുകളിൽ അവളുടെ കൂട് അല്ലെങ്കിൽ അവളുടെ വീട് തയ്യാറാക്കി. ഇനി നിങ്ങളുടെ ചോദ്യം, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോകോംനെ ലഡ്കിക്കോ ധന്യവാദ ദിയ. ആൾക്കാർ പെൺകുട്ടിക്ക് നന്ദി പറഞ്ഞു. അത് ശരിയല്ലല്ലോ. രണ്ടാമത്തേത്, ലഡ്കിനെ ലോകോങ്കോ ധന്യവാദ ദിയ. പെൺകുട്ടി ആൾക്കാർക്ക് നന്ദി പറഞ്ഞു. അതാണ് ഇവിടെ ശരി. കാരണം ആൾക്കാർ സാധനങ്ങൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ ശുക്രിയ എന്ന് പറഞ്ഞു അല്ലേ. ശുക്രിയ എന്ന് പറഞ്ഞാൽ തന്നെ ധന്യവാദം അല്ലെങ്കിൽ നന്ദി എന്നാണ്. ലഡ്കിനെ ചിടിയോങ്കോ ധന്യവാദ ദിയ. പെൺകുട്ടി പക്ഷികൾക്ക് നന്ദി പറഞ്ഞു. അതും തെറ്റാണ്. പേടോംനെ ചിടിയോങ്കോ ധന്യവാദ ദിയ. മരങ്ങൾ പക്ഷികൾക്ക് നന്ദി പറഞ്ഞു. ഈ 4 വാക്യങ്ങളിലെ ശരിയായ വാക്യം എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ്. ലഡ്കിനെ ലോഗോങ്കോ ധന്യവാദ ദിയ. ലോകംനെ ലഡ്കിക്ക് മദത് ക്യോം കി. ജനങ്ങൾ എന്തുകൊണ്ടാണ് പെൺകുട്ടിയെ സഹായിച്ചത്? നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. लोगों ने लड़की की मदद की क्योंकि लड़की ने पेड़ या पर्यावरण की रक्षा के लिए पेड़ को काटने से रोका. वह पेड़ पर घोंसला बनाकर रहकर उसका संरक्षण कर रही थी. ആൾക്കാർ പെൺകുട്ടിയെ സഹായിച്ചു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ലഡ്കിനെ പേട് യാ പര്യാവരൺ കി രക്ഷാ കെ ലിയെ പേട് കോ കാട്ട്നെ സെ രോക. പെൺകുട്ടി മരം അല്ലെങ്കിൽ അന്തരീക്ഷത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മരം മുറിക്കുന്നത് തടഞ്ഞു. ഓ പേട് പർ ഘോംസല ബനാക്കർ രഹ്കർ ഉസ്കാ സംരക്ഷൺ കർ രഹി ഥി. അവൾ ആ മരത്തിൽ കൂടുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ചെറിയ വീട് ഉണ്ടാക്കി അതിൽ താമസിച്ചുകൊണ്ട് ആ മരത്തെ സംരക്ഷിച്ചു.
അങ്ങനെ അവൾ മരത്തെ സംരക്ഷിച്ചതുകൊണ്ടാണ് ആൾക്കാർ അവളെയും സംരക്ഷിച്ചത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. जुलाई 1 से 7 तक वन महोत्सव मनाया जा रहा है. इस अवसर पर पेड़ की रक्षा हमारी सुरक्षा का संदेश देते हुए പോസ്റ്റർ തയ്യാർ കരേ. ജൂലൈ 1 മുതൽ 7 വരെ വനമഹോത്സവം ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ പേഡ് കി രക്ഷ ഹമാരി സുരക്ഷ, മരത്തിൻ്റെ രക്ഷയാണ് നമ്മുടെ സുരക്ഷ, ഈ സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കൂ, ഹെഡിങ് കൊടുത്തിരിക്കുന്നു വൻ മഹോത്സവ്. ദിനാങ്ക് എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ അല്ലെങ്കിൽ തീയതി. സന്ദേശവാക്യങ്ങളാണ് 2 കൊടുത്തിരിക്കുന്നത്. പേഡ് ലഗാവോ പര്യാവരൺ കി സുരക്ഷ കരോ, മരങ്ങൾ നടൂ, അന്തരീക്ഷത്തെ സംരക്ഷിക്കൂ. പേഡ് കി രക്ഷ ഹമാരി സുരക്ഷ, മരത്തിൻ്റെ രക്ഷ നമ്മുടെ സുരക്ഷ. ഇതാണ് നമ്മുടെ ചോദ്യത്തിലെ വാക്യം തന്നെ അല്ലേ. ഇതാരാണ് ഇത് നടത്തുന്നത്? പര്യാവരൺ സംരക്ഷണ സമിതിക്കാർ ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് കൂടുതൽ ആകർഷകമായിട്ടൊക്കെ ചെയ്യാം. ഞാനതിൻ്റെ കണ്ടൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. पेट कविता की ये पंक्तियाँ पढ़े, 4 से 6 तक के प्रश्नों के उत्तर लिखे. पेट കവിതയുടെ ഈ വരികൾ വായിക്കുക. 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. पेट तुम पेट नहीं तुम दर्जी, तुमने कितने सिले घोंसले कितनी सिली हवाए, धूप सिली तो बिखर गई കതരന് കതരന് ഛായായെ. ഇത് നമ്മൾ പഠിച്ച പേഡ് കവിതയുടെ ആദ്യ ഭാഗമാണ് അല്ലേ. പേഡ് തും പേഡ് നഹി തും ദർജി, മരമേ നീ വെറും ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. തുമ്നെ കിത്തനെ സിലെ ഖോംസലെ, നീ എത്ര കൂടുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തനി സിലി ഹവായെ, എത്ര തവണ നീ വായുവിനെ അല്ലെങ്കിൽ കാറ്റിനെ തുന്നിച്ചേർത്തിരിക്കുന്നു. ധൂപ് സിലി തോ ബിഖർ ഗയി, നീ വെയിലിനെ തുന്നിയപ്പോൾ അത് ചിതറി മാറി. കതരന് കതരന് ഛായായെ, അങ്ങനെ നിഴലുകളുടെ പീസുകൾ അല്ലെങ്കിൽ കഷ്ണങ്ങളായി അത് മാറി. ഇതാണ് കവിതയുടെ ആശയം. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു 4 തൊട്ട് 6 വരെ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. എന്താണ് 4 തൊട്ട് 6 വരെയുള്ള ചോദ്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. 4ാമത്തെ ചോദ്യം നോക്കൂ. ഛായായേം കൈസേ ബിഖർ ഗയി, എങ്ങനെയാണ് നിഴലുകൾ ചിതറിപ്പോയത്? 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹവാ പട്നെ സെ, ധൂപ് പട്നെ സെ, പാനി പട്നെ സെ, ബാരിഷ് ഹോനെ സെ. വായു വന്നപ്പോൾ അല്ലെ കാറ്റടിച്ചപ്പോൾ, ധൂപ് പട്നേസെ വെയിലടിച്ചപ്പോൾ, പാനി പട്നേസെ വെള്ളം വീണപ്പോൾ, ബാരിഷ് ഹോനേസെ മഴ പെയ്തപ്പോൾ. നമുക്കറിയാം ഛായായം കൈസെ ബിഖർഗി, നിഴലുകൾ ചിതറിപ്പോയത് വെയിൽ വന്നപ്പോഴാണ് അല്ലേ. ധൂപ് പട്നേസെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി 5ാമത്തെ ചോദ്യം. പേഡ് കോ ക്യോം ദർജി കഹാഗയാ ഹെ, മരത്തിനെ എന്തുകൊണ്ടാണ് കവി തയ്യൽക്കാരൻ അല്ലെങ്കിൽ തുന്നൽക്കാരൻ എന്ന് വിളിച്ചിരിക്കുന്നത്? നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. 4ാമത്തെ ഉത്തരം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ധൂപ് പട്നേസെ. 5ാമത്തെ ഉത്തരം, पेट को दर्जी कहा गया है क्योंकि वह अपने कार्यों से धरती को सुगंधित, स्वादिष्ट और जीवंत बना देता है और जीवों को आश्रय प्रदान करता है. മരത്തിനെ തുന്നൽക്കാരൻ എന്ന് വിളിക്കുന്നു കാരണം മരം തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഭൂമിയെ നല്ല സുഗന്ധമുള്ളതും സ്വാദിഷ്ടവും ജീവനുള്ളതുമാക്കി മാറ്റിയിരിക്കുന്നു. അവർ ജീവോങ്കോ ആശ്രയ പ്രദാൻ കർത്താഹെ, എന്ന് മാത്രമല്ല ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ആശ്രയവും നൽകുന്നു. അതുകൊണ്ടാണ് മരത്തിനെ കവി തുന്നൽക്കാരൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കവി और कविता का परिचय देते हुए कविता अंश का आशय लिखे. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാഭാഗത്തിൻ്റെ ആശയം എഴുതുക. അഥവാ അല്ലെങ്കിൽ 2ാമത്തെ ചോദ്യം, പേഡ് കവിതാക്കെ സന്ദേശ് പർ ലഘു ലേഖ് ലിഖോ. പേഡ് കവിതയെ ആധാരമാക്കി അതിൻ്റെ സന്ദേശത്തെ ആധാരമാക്കി ഒരു ലഘു ലേഖനം എഴുതുക. ആ ലേഖനത്തിൽ കാണേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? പേഡ് സെ ലാഭ്, മരങ്ങൾ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ. പര്യാവരൺ കി സുരക്ഷ, അന്തരീക്ഷ സംരക്ഷണം. മാനവ് സെ പേഡ് കാ സംബന്ധ്, മനുഷ്യനും മരങ്ങളും തമ്മിലുള്ള ബന്ധം. പേഡ് കെ സംരക്ഷൺ കാ ദായിത്വ, മരങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. ഈ 4 പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചു വേണം പേഡ് കവിതയുടെ സന്ദേശത്തെക്കുറിച്ച് ലഘുലേഖനം എഴുതാനായി. നിങ്ങൾക്ക് ഞാനതിൻ്റെ ആൻസർ തയ്യാറാക്കിയിട്ടുണ്ട്. കവി അവർ കവിതാ കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയം. 6ാമത്തെ ചോദ്യമാണ്.
यह कवितांश हिंदी के महान कवि सुशील शुक्ल द्वारा लिखी गई है. ഈ കവിതാഭാഗം ഹിന്ദിയിലെ മഹാനായ കവിയായ സുശീൽ ശുക്ല എഴുതിയിരിക്കുന്നതാണ്. ഇസ് കവിതാമേ കവിനെ പേട് കോ സംബോധിത് കിയാ ഹെ. ഈ കവിതയിൽ കവി മരത്തെ സംബോധന ചെയ്യുന്നു. കവി പേട് കോ സംബോധിത് കർത്തെ ഹുയെ कहते हैं कि पेड़ तुम केवल पेड़ एक पेड़ नहीं. കവി മരത്തെ സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയാണ്, മരമേ നീ വെറുമൊരു മരമല്ല, ബൽക്കി ഏക് ദർജി ഹോ, മറിച്ച് ഒരു തുന്നൽക്കാരനാണ്. ക്യോങ്കി തുമ്നെ അനേക ഘോംസലെ സിലേഹെ, കാരണം നീ അനേകം പക്ഷിക്കൂടുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. തുമ്നെ ഹവാക്കോ സിലാഹെ, നീ അനേകം കാറ്റുകളെ തുന്നിച്ചേർത്തിരിക്കുന്നു. കാറ്റുകളെ തുന്നിച്ചേർക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ഞാൻ ഈ മൗസം കോ ബദൽനേമേൻ തുമാര ഹാത് ബഹുത് ബഡാഹെ, കാലാവസ്ഥ മാറുന്നതിൽ നിന്റെ പങ്ക് വളരെ വലുതാണ്. തുമ്നെ ധൂപ് കോ ഭി സിലാഹെ, നീ വെയിലിനെ തുന്നിച്ചേർത്തിരിക്കുന്നു. ജിസ്കെ കാരൺ ഛായായം ബന്ദീഹെ, അതുകൊണ്ടാണ് നിഴലുകൾ ഉണ്ടായിരിക്കുന്നത്. ഓർ ഉൻക കവച് ബൻ ജാത്തിഹെ, അത് ഭൂമിക്കൊരു കവചമായി തീർന്നിരിക്കുന്നു നിഴലുകൾ. യാനി തുമാരി പത്തിയാൻ ധൂപ് കോ രോക്കുകർ ചോട്ടെ ചോട്ടെ ടുക്കടോമേൻ ഛായ ബനാത്തിഹെ, അതായത് നിന്റെ ഇലകൾ വെയിലിനെ തടഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ പീസുകളായി നിഴലുകളെ ഉണ്ടാക്കുന്നു. कवि यहाँ प्रकृति और पेड़ के महत्व की ओर हमारा ध्यान आकर्षित करना चाहते हैं. കവി ഇവിടെ പ്രകൃതിയെയും അതുപോലെ തന്നെ മരത്തിൻ്റെയും പ്രാധാന്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാനായി ആഗ്രഹിക്കുന്നു. ഇനി ആറാമത്തെ ചോദ്യത്തിൻ്റെ ബി പാർട്ടാണ്. കവിത പേട് കാ സന്ദേശ്, पेड़ कविതയുടെ സന്ദേശം. സുശീൽ ശുക്ല की कविता पेड़ प्रकृति के एक साधारण अंग को असाधारण महत्व प्रदान करती है. സുശീൽ കുമാറിൻ്റെ കവിത പേഡ് എന്ന് പറയുന്ന പ്രകൃതിയിലെ ഒരു സാധാരണ അംഗമായ മരത്തിന് അസാധാരണമായ മഹത്വം പ്രദാനം ചെയ്യുന്നു. ഇത് കവിത ഹമേ ഏക സന്ദേശ് ദേത്തി ഹെ കി പേഡ് കേവൽ ഏക നിർജീവ വസ്തു നഹി. ഈ കവിത നമുക്ക് ഈ സന്ദേശം തരുന്നു, അതായത് മരം വെറൊരു നിർജീവ വസ്തുവല്ല, ബൽക്കി വേ ഹമാരെ ജീവൻ കേക്ക അഭിന്ന ഹിസ്സാ ഹെ, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അഭിന്നമായ ഭാഗമാണ്. കവി പേടോങ്കോ ദർജിക്ക് സമാൻ മാനതാ ഹെ, കവി മരങ്ങളെ തയ്യൽക്കാരനെ പോലെയാണ് കരുതുന്നത്. ജോ അപ്നെ 10 രൂപി ധാഗോം സെ ധൂപ് കോ രോക്കർ ഹമേൻ ഛായ ദേത്താ ഹെ, മരം അതിൻ്റെ ഇലകളാകുന്ന നൂലുകൾ കൊണ്ട് വെയിലിനെ തടഞ്ഞു നിർത്തി നമുക്ക് തണലുകൾ നൽകുന്നു. അവർ പക്ഷിയോങ്കേലിയെ ഘോംസലെ ബനാത്തെ ഹെ, പക്ഷികൾക്ക് കൂടുകൾ നിർമ്മിക്കുന്നു. ഈ തരഹ് പേട് സിർഫ് ഹമേം ഭൗതിക് ലാഭഹീൻ അഹീന്ദത്തെ, ഇങ്ങനെ നോക്കുമ്പോൾ മരം നമുക്ക് വെറും ഭൗതിക ലാഭം മാത്രമല്ല തരുന്നത്, ബൽക്കി വേ ദൂസരോങ്കേലിയെ ആശ്രയ അവർ സുരക്ഷാ കാഭി പ്രതീക് ഹെ, മറിച്ച് അത് മറ്റുള്ളവർക്ക് ആശ്രയം അല്ലെങ്കിൽ സുരക്ഷ അതിൻ്റെയും കൂടെ പ്രതീകമാണ്. പേട് ഹമേം ഫൽ ഫൂൽ ലക്കടി അവർ ഔഷധിയാന്തേത്തെ ഹെ, മരം നമുക്ക് പഴങ്ങൾ, പൂക്കൾ, തടി, അതുപോലെ ഔഷധങ്ങൾ എല്ലാം നൽകുന്നു. സബ്സെ മഹത്വപൂർണ്ണ ബാത്ത് ഹെ കി പേഡ് ഓക്സിജൻ കാ ഉൽപാദൻ കർത്തേ ഹെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജോ ഹമാരെ ജീവൻ കെ ലിയെ അത്യന്ത ആവശ്യക് ഹെ, അത് നമ്മുടെ ജീവിതത്തിന് വളരെയധികം ആവശ്യമാണ്. വേ ഹവാ കോ സാഫ് കർത്തേ ഹെ, മിട്ടി കെ കട്ടാവ് കോ രോക്തേ ഹെ, അത് വായുവിനെ ശുദ്ധീകരിക്കുന്നു, മണ്ണൊലിപ്പിനെ തടയുന്നു. അവർ ബാരിഷ് ലാനേമേ മദത് കർത്തേ ഹെ, മഴ പെയ്യുന്നതിന് സഹായിക്കുന്നു. पेड़ हमारे पर्यावरण की सुरक्षा में महत्वपूर्ण भूमिका निभाते हैं. മരം നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് വഹിക്കുന്നത്. വേ ഹവാസെ കാർബൺ ഡയോക്സൈഡ് കോ അവശോഷിത് കർക്കെ ഗ്ലോബൽ വാർമിംഗ് കോ കം കർനെ മേ മദത് കർത്തേ ഹെ, അത് വായുവിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്തുകൊണ്ട് ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കുന്നു, ആഗോള താപനത്തെ കുറയ്ക്കുന്നു. മാനവ് और पेड़ का संबंध बहुत പുരാന और ഗഹരാ ഹെ, മനുഷ്യനും മരങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ പഴക്കമുള്ളതും വളരെ ആഴമുള്ളതുമാണ്. പ്രാചീൻ കാൽസെ ഹി മാനവ് പേടോം സെ നിർഭർ രഹാ ഹെ, പ്രാചീന കാലം തൊട്ടേ മനുഷ്യൻ മരങ്ങളെ ആശ്രയിക്കുന്നു. വേ ഹമേം ഭോജൻ ഘർ और ജീവൻ കെ ലിയെ ആവശ്യക് സഭി ചീസേം പ്രദാൻ കർത്തേ ഹെ, അവ നമുക്ക് ഭക്ഷണത്തിനും വീടിനും അതുപോലെ ജീവിതത്തിനും ആവശ്യമായ എല്ലാ വസ്തുക്കളും പ്രദാനം ചെയ്യുന്നു. യഹ് സമ്പദ് സിർഫ് ഉപയോഗിക്കാൻ നഹീം ബൽക്കി ആധ്യാത്മിക് ഭീ ഹെ, ഈ ഒരു ബന്ധം, മനുഷ്യനും മരങ്ങളും തമ്മിലുള്ള ബന്ധം വെറും ഉപരിപ്ലവമായത് മാത്രമല്ല ആധ്യാത്മികമായതും കൂടെ ആണ്. इस कविता का गहरा संदेश यह है कि हमें प्रकृति के साथ सामंजस्य बिठाकर रखना चाहिए. ഈ കവിതയുടെ ആഴമേറിയ ഒരു സന്ദേശം ഇതാണ്, അതായത് നമ്മൾ പ്രകൃതിയോട് എപ്പോഴും
പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ജിസ് തരഹ് പേട് നിസ്വാർത്ഥ ഭാव से दूसरों की मदद करते हैं उसी तरह हमारा भी एक दायित्व है कि हम पेड़ों का संरक्षण करें. വളരെ നിസ്വാർത്ഥമായി മരങ്ങൾ മറ്റുള്ളവർക്ക് സംരക്ഷണം അല്ലെങ്കിൽ ഹെൽപ്പ് നൽകുന്നത് പോലെ നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്? മരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെയും ഉത്തരവാദിത്വം. ഹമേ നയേ പേട് ലഗാനെ ചാഹിയെ, നമ്മൾ പുതിയ പുതിയ മരങ്ങൾ വച്ചുപിടിപ്പിക്കണം. അവർ പുരാനെ പേടോങ്കോ കട്നെ സേ ബച്ചാന ചാഹിയെ, അതുപോലെ പഴയ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ നിന്ന് അവയെ സംരക്ഷിക്കുകയും വേണം. പേട് ഹമാരെ ഭവിഷ്യക്ക് ലിയേ ബഹുത് മഹത്വപൂർണ്ണ ഹേ, മരങ്ങൾ നമ്മുടെ ഭാവിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഉന്നയം ബച്ചാന ഹമാരി സിമ്മേദാരി ഹേ, അവയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹാച്ചി കി കഹാനി കാ യഹാംശ പഠേ 7 से 9 तक के प्रश्नों के उत्तर लिखे. ഹാച്ചി കഥയുടെ ഈ ഭാഗം വായിക്കുക. 7 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. समय के साथ हाची बूढ़ा हो गया लेकिन उसने इंतजार करना नहीं छोड़ा. 1935 में उसी जगह बैठे बैठे उसने दम तोड़ दिया. उस समय बर्फ गिर रही थी. मरे हुए हाची की खुली आंखों को जैसे अब भी इंतजार था. हाची की स्मृति में स्टेशन के बाहर उसकी प्रतिमा स्थापित की है. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ കഥയുടെ, ഹാച്ചിയുടെ കഥയുടെ ലാസ്റ്റ് ഭാഗമാണ് അല്ലേ. സമയക്കെ സാത്ത് ഹാച്ചി ബൂട്ടാ ഹോ ഗയ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹാച്ചി വൃദ്ധനായി തീർന്നു. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർണ നഹി ചോട, പക്ഷേ അവൻ പ്രൊഫസറിനോടുള്ള പ്രൊഫസറിനെ പ്രതീക്ഷിച്ചുള്ള ഇരിപ്പ് ഇതുവരെ നിർത്തിയിട്ടില്ല. 1935 में उसी जगह बैठे बैठे उसने दम तोड़ दिया. 1935 അതേ സ്ഥാനത്ത് ഇരുന്നിരുന്ന് അവൻ ജീവൻ വെടിഞ്ഞു. ഉസ് സമയം ബർഫ് ഗിർ രഹി തി, അപ്പോഴും മഞ്ഞ് വീഴുന്നൊരു കാലമായിരുന്നു. മരേ ഹുയെ ഹാച്ചിക്ക് ഖുലി ആങ്കോങ്കോ ജയ്സെ അബുബി ഇന്ദസാർദ്ധ, ആ മരിച്ചു കിടന്ന ഹാച്ചിയുടെ തുറന്നു കിടന്ന കണ്ണുകളിൽ ഇപ്പോഴും പ്രതീക്ഷയുള്ളതുപോലെ തോന്നി. ഹാച്ചിക്ക് സ്മൃതിമേം സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് ഹേ, ഹാച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്റ്റേഷൻ്റെ പുറത്ത് അവൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആ പുസ്തകത്തിലെ ഒരു പാരഗ്രാഫ് തന്നിരിക്കുന്നതാണ്. ഇനി അതിനെ ബേസ് ചെയ്താണ് ചോദ്യങ്ങൾ. 7ാമത്തെ ചോദ്യം, സഹി വികൽപ്പ് ചുൻകർ ലിഖേ, ശരിയായ ചോയ്സ് തിരഞ്ഞെടുത്ത് എഴുതുക. 4 കൊടുത്തിരിക്കുന്നത്. യഹ് പ്ലസ്നെ ഉസ്നെ, എ പ്ലസ്നെ ഉസ്നെ, വേ പ്ലസ്നെ ഉസ്നെ, വാഹു പ്ലസ്നെ ഉസ്നെ. അപ്പോൾ ഉസ്നെ എന്നുള്ളതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒഹ് പ്ലസ് നെ ഉസ്നെയാണ്. വഹ എന്ന് പറയുന്നത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഓ എന്നാണ് കേട്ടോ. ഓ പ്ലസ് നെ ഉസ്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 8ാമത്തെ ചോദ്യം, ഹാച്ചി കിസ്കി പ്രതീക്ഷ കർ രഹാ താ ക്യോം, ഹാച്ചി ആരെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്, എന്തുകൊണ്ട്? നമുക്കറിയാം ഹാച്ചി ആരെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ലേ, പ്രൊഫസറിനെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട്? ക്യോം. ഉത്തരം നമുക്കൊന്ന് നോക്കാം. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, വഹു പ്ലസ്നെ ഉസ്നെ. ഇനി 8ാമത്തേത്, ഹാച്ചി പ്രൊഫസർ യുവനോക്കി പ്രതീക്ഷ കർ രഹാ താ, പ്രൊഫസർ യുവനോയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ജോ ഉസ്കെ മാലിക് ഥേ, കാരണം അദ്ദേഹം അവൻ്റെ ഉടമസ്ഥനായിരുന്നു. ഉൻ ദോനോ കെ ബീച്ച് കാ സമദ് ഗഹരാ ഥ, അവർ തമ്മിലുള്ള ബന്ധം ആഴമേറിയതായിരുന്നു. ഹർ ദിൻ പ്രൊഫസർ കോ വിദാ കർനെ ഓർ വാപ്പസ് ലാനെ കെ ലിയെ ഹാച്ചി റെയിൽവേ സ്റ്റേഷൻ ആത്താ ഥ, ഓരോ ദിവസവും പ്രൊഫസറിനെ യാത്ര അയക്കാനും തിരികെ കൂട്ടാനുമായി ഹാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വരാറുണ്ടായിരുന്നു. ലേക്കിൻ ഏക് ദിൻ അചാനക് പ്രൊഫസർ കി മൃത്യു ഹുയി, പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് പ്രൊഫസർ മരിച്ചു. ജിസ്ക പദ ഹാച്ചി കോ നഹി ഥ, അതിനെക്കുറിച്ച് ഹാച്ചിക്ക് അറിവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹാച്ചി എന്നും പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹാച്ചി की मृत्यु के बारे में प्रोफेसर की पत्नी और दोस्त के बीच की बातचीत लिखो. ഹാച്ചിയുടെ മൃത്യുവിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് പ്രൊഫസറിൻ്റെ പത്നിയും അവരുടെ സുഹൃത്തുമായിട്ടുള്ളൊരു സംഭാഷണം തയ്യാറാക്കുക. അഥവാ അല്ലെങ്കിൽ ഹാച്ചിക്ക് കഹാനിക്ക് ആധാർ पर പ്രൊഫസർ और ഹാച്ചി के बीच की दोस्ती पर टिप्पणी तैयार करें. ഹാച്ചി കഥയെ ആധാരമാക്കി പ്രൊഫസറും ഹാച്ചിയും തമ്മിലുള്ള ആ സൗഹൃദത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആ കുറിപ്പിൽ എന്തൊക്കെ വേണം? സടക്ക് സേ പില്ല മിൽന, വഴിയിൽ നിന്ന് നായ്ക്കുട്ടിയെ കിട്ടുന്ന കാര്യം കാണിക്കണം. ഹമേശ സാത്ത് ചലന, എപ്പോഴും ഒന്നിച്ച് നടക്കുന്നത് കാണിക്കണം. പ്രൊഫസർ സെ ദൃഢ സംബന്ധ രഹന, പ്രൊഫസറോടുള്ള ഉറ്റ ബന്ധം കാണിക്കണം. അന്ത് തക് ഇന്തസാർ കർണ, അവസാനം വരെ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യവും ഉണ്ടായിരിക്കണം. നമുക്ക് ആൻസറിലേക്ക് വരാം. ആദ്യം കൊടുത്തിരിക്കുന്നത് ഹാച്ചിക്ക് മൃത്യുക്കെ ബാരേമേ ബാത്ചീത്, ഹാച്ചിയുടെ മരണത്തെക്കുറിച്ച് പ്രൊഫസറിൻ്റെ ഭാര്യയും അവരുടെ ഒരു സുഹൃത്തും തമ്മിലുള്ള ഒരു
സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫസർ കി ദോസ്ത്, പ്രൊഫസറിൻ്റെ സുഹൃത്താണ് സംഭാഷണം തുടങ്ങുന്നത്. ഹായ് മിസ്സസ് യുഎനോ, ഹാച്ചി ചലാഗയാഖ്യ. ഹായ് മിസ്സസ് യുഎനോ, ഹാച്ചി അന്തരിച്ചു അല്ലേ? മിസ്സസ് യുഎനോ, മുച്ചെ ബഹുത് ദുഃഖ് ഹേ. ശരിയാണ്, എനിക്ക് വളരെ ദുഃഖമുണ്ട്. ദോസ്ത്, ഏക് അജീബ് സാ എഹസാസ് ഹേന, ഒരു വിചിത്രമായ അനുഭവമായിരുന്നു അല്ലേ? മിസ്സസ് യുഎനോ, സ്വരോക്തേ ഹുയെ. മിസ്സസ് യുഎനോയ്ക്ക് കണ്ണുനീരടക്കാൻ കഴിയുന്നില്ല. മേം ബോൽ നഹി പാരഹീഹും, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓ കിത്തന വഫാദാർഥ, അവൻ എത്ര വിശ്വസ്തനായിരുന്നു എന്നറിയാമായിരുന്നോ? ദോസ്ത്, 10 साल का इंतजार उसकी वफादारी की तुलना किससे की जा सकती है. 10 വർഷത്തെ പ്രതീക്ഷ, അവൻ്റെ ആ വിശ്വസ്തതയുടെ തുലന എന്തിനോട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശ്വസ്തതയെ തുലനം ചെയ്യാൻ ഈ ഭൂമിയിൽ വേറൊരു കാര്യം ഇല്ല. മിസ്സസ് യുഎനോ, 10 साल से हर दिन സ്റ്റേഷൻ पर उसका इंतजार कर रहा था. 10 വർഷമായിട്ട് അവൻ ഓരോ ദിവസവും സ്റ്റേഷനിൽ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഉസ്കെ സാമനെ തോ ഇൻസാൻ കി വഫാദാരി ഭി കുച്ച് നഹി, അവൻ്റെ മുമ്പിൽ ഹാച്ചിയെ താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യരുടെ വിശ്വസ്തത ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വിശ്വസ്തതയെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടിയാണ് ഹാച്ചിയുടെ വിശ്വസ്തത. ദോസ്ത്, ടീക്ക് ഹേ സെരൂർ വേ ദോനോം അബ് സ്വർഗമേ മിൽ ഗയേ ഹോങ്കെ. ശരിയാണ്, അവർ തീർച്ചയായിട്ടും രണ്ടുപേരും സ്വർഗത്തിൽ ഒന്നിച്ച് കാണും. മിസ്സസ് യുഎനോ, അബ് വോ ദോനോം സാത്ത് ഹേ. ശരിയാണ്, ഇപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചാണ്. യഹി സോച്ച്കർ മുച്ചെ തസല്ലി മിൽത്തി ഹേ. ഇത് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ആശ്വാസം കിട്ടുന്നത്. ദോസ്ത്, പ്യാർ കാ ഏക് സച്ച ഉദാഹരണം താ. സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു അവർ. മിസ്സസ് യുഎനോ, ബിൽക്കുൽ വഹീഹെ. ശരിയാണ്, തികച്ചും അവരാണ് സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ ബി പാർട്ടിലേക്ക് വരാം. പ്രൊഫസർ യുഎനോ ഓർ ഹാച്ചി കി ദോസ്തി പർ ഏക് ടിപ്പണി. പ്രൊഫസർ യുഎനോയും ഹാച്ചിയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ്. प्रोफेसर യുഎനോ और उनके वफादार कुत्ते हाची की दोस्ती एक सच्ची और अनोखी मिसाल थी. പ്രൊഫസർ യുഎനോയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ നായ ഹാച്ചിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു യഥാർത്ഥത്തിലുള്ള വിചിത്രമായ ഒരു സൗഹൃദത്തിൻ്റെ ഉദാഹരണമാണ്. ഹാച്ചി സടക് പർ മിലാത്ത, ഹാച്ചി അദ്ദേഹത്തിന് വഴിയിൽ വെച്ചാണ് കിട്ടിയത്. ലേക്കിൻ ജൽദി ഹി പ്രൊഫസർ കെ പരിവാർ കാ ഹിസ്സ ബൻ ഗയ. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ പ്രൊഫസറിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി തീർന്നു. दोनों में इतना गहरा रिश्ता था कि हाची हर दिन अपने मालिक के साथ रेलवे स्टेशन तक जाता और फिर उनके लौटने का इंतजार करता. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഇത്ര ആഴമുള്ളതായിരുന്നു. അതായത് ഹാച്ചി എല്ലാ ദിവസവും അവൻ്റെ ഉടമസ്ഥനെ റെയിൽവേ സ്റ്റേഷനിൽ പ്രതീക്ഷിച്ചിരുന്നിരുന്നു. അവർ ലൗട്ട്നേക്കെ ഉൻകെ ലൗട്ട്നേക്ക इंतजार करता. റെയിൽവേ സ്റ്റേഷൻ വരെ പ്രൊഫസറിൻ്റെ കൂടെ പോയിരുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് അവിടെ ഇരുന്നിരുന്നു. പ്രൊഫസർ കെ അചാനക് നിധൻ കെ ബാദ് ഭി ഹാച്ചിനെ അപ്നി വഫാദാരി നഹി ചോടി. പ്രൊഫസറിൻ്റെ പെട്ടെന്നുള്ള മരണത്തിന് ശേഷവും ഹാച്ചി അവൻ്റെ അവിശ്വസ്തത ഉപേക്ഷിച്ചില്ല. ലഗ്ഭഗ് 10 साल तक उसने अपनी इस आदत को जारी रखा. ഏകദേശം 10 വർഷത്തോളം അവൻ തൻ്റെ ഈ സ്വഭാവം തുടർന്നു. ഹർ ശ്യാം ഉസി ജഗ പ്രൊഫസർ കെ ലൗട്ട്നേക്ക ഇന്തസാർ കർത്ത രഹ. എല്ലാ വൈകുന്നേരങ്ങളിലും ഒരേ സ്ഥലത്ത് തന്നെ ചെന്ന് പ്രൊഫസറിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്നു. ഹാച്ചി കി അട്ടൂട്ട് ദോസ്തി और പ്രേം ആജ് ബി ഹമേം വഫാദാരി और സच्चे रिश्ते का महत्व सिखाता है. ഹാച്ചിയുടെ ഈ ഒരിക്കലും മുറിയാത്ത ആ ഒരു സ്നേഹം, സ്നേഹവും അതുപോലെ തന്നെ അവൻ്റെ അവിശ്വസ്തത, ഇത് നമ്മെ യഥാർത്ഥ ബന്ധത്തിൻ്റെ മഹത്വമാണ് കാണിക്കുന്നത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണ്. ജൂലിയ और लूना कहानी के हम्स पढ़े 10 से 12 तक के प्रश्नों के उत्तर लिखे. ജൂലിയ और लूना കഥയുടെ ഈ ഭാഗം വായിച്ച് 10 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 738 दिनों तक पेट काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप अहाम से जाने लगे. वादा करो अहाम के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. सारे पेड़ बेच गए. उस लड़की का नाम जूलिया है, उस पेड़ का नाम है लूना. दोनों आज भी पक्के दोस्त है. ഏതാണ്ട് 738 ദിവസം മരം മുറിക്കാനുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം മരം മുറിക്കാൻ വന്നവർ അവിടെ നിന്ന് നിശബ്ദം തിരിച്ചുപോയി. പോകാനൊരുങ്ങുമ്പോൾ പെൺകുട്ടി പറഞ്ഞു, വാദാ കരോ യഹാങ്കെ കിസി ഭി പേട് കോ കഭി നഹി കാട്ടോगे. എനിക്കൊരു വാക്ക് തരണം, ഇവിടുത്തെ ഒരു മരത്തെയും ഒരിക്കലും മുറിക്കില്ല എന്ന്. ലഡ്കിനെ സേഡ് സെ വാദാ ലേ ലിയ. അങ്ങനെ ആ ലഡ്കി ആ പ്രഭുവിൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പ് വാങ്ങിച്ചു. സാരെ പേട് ബെജ്. അങ്ങനെ ആ മരങ്ങളെല്ലാം രക്ഷപ്പെട്ടു. ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹേ, ഉസ് പേട് കാ നാം ഹേ ലൂണ. പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ, ആ മരത്തിൻ്റെ പേരാണ് ലൂണ. ദോനോ മാജ് ഭി പക്കേ ദോസ്ത് ഹേ. ഇന്നും രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കൾ ആണ്.
ഇനി 10ാമത്തെ ചോദ്യം എന്താ നോക്കിയേ. कोष्टक के शब्दों की सहायता से वाक्य विस्तार करें. ബ്രാക്കറ്റിലെ പദങ്ങൾ ഉപയോഗിച്ച് ഈ വാക്യങ്ങളെ ഒന്ന് വിസ്തരിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിലെ പദങ്ങൾ പേടോങ്കോ, സാരെ, കഡ്ജാനേസെ. ഇത് 3 വിശേഷണ പദങ്ങളാണ്. ആദ്യത്തെ സെൻറ്റൻസ് ലഡ്കിനെ ബജായ, പെൺകുട്ടി രക്ഷിച്ചു. അടുത്ത വിശേഷണം ബജാന എന്ന് പറയുന്നത് രക്ഷിച്ചു, ഒരു പ്രക്രിയയാണ്, ഒരു ക്രിയയാണല്ലേ. ഈ ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ഓരോന്നോരോന്ന് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഓരോന്നും ഓരോ തവണ ചേർത്ത് വേണം നമ്മളിത് പറയാൻ. ആദ്യം നമ്മൾ പറയുന്നു ലഡ്കീനെ പേടോങ്കോ ബജായ, പെൺകുട്ടി മരങ്ങളെ രക്ഷിച്ചു. രണ്ടാമത് പറയുന്നു ലഡ്കീനെ സാരെ പേടോങ്കോ ബജായ, പെൺകുട്ടി എല്ലാ മരങ്ങളെയും രക്ഷിച്ചു. മൂന്നാമത് പറയുന്നു ലഡ്കീനെ ഖഡ്ജാനേസെ സാരെ പേടോങ്കോ ബജായ. ഇങ്ങനെ 3ആയിട്ട് വേണം പറയാനായിട്ട്. ആൻസർ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ലഡ്കീനെ ബജായ, ലഡ്കീനെ പേടോങ്കോ ബജായ, ലഡ്കിനെ സാരെ പേടോങ്കോ ബജായ, ലഡ്കിനെ സാരെ പേടോങ്കോ ഖഡ്ജാനേസെ ബജായ. ഈ ഖഡ്ജാനേസെ എന്നുള്ളത് ഇവിടെ ചേർക്കുന്നതിനും കുഴപ്പമില്ല, ഈ സാരയ്ക്ക് മുമ്പ് ചേർക്കുന്നതിനും കുഴപ്പമില്ല. ഇവിടെ ചേർക്കുന്നതാണ് കൂടുതൽ അനുയോജ്യം, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തിരിക്കുന്നത്. ഖഡ്ജാനേസെ സാരെ പേടോങ്കോ ബജായ എന്നെഴുതിയാലും കറക്റ്റാണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. പഹചാൻകർ ലിഖേക്ക് കോൻസാ ക്രം സഖി ഹെ. ഏത് ക്രമമാണ് ശരിയായിട്ടുള്ളതെന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ പറയുകയാണ്. ഇവിടെ ച ഇച്ഛ ജ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. ത ഇഥ ദ ഇഥ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. ച കൊടുത്തിരിക്കുന്നു ജൂലിയ ഓർ ലൂണ, ഇച്ഛ കൊടുത്തിരിക്കുന്നു ഹട്ടെ കട്ടെ ആത്മീയോംനെ, ജ കൊടുത്തിരിക്കുന്നു സേട്ടിനെ. ഇവിടെ കൊടുത്തിരിക്കുന്നു ത വാദ കിയ, ഥ ലഡ്കി കി മദദ് കി, ദ അച്ഛേ ദോസ്ത് ഹേ, ധ ലഡ്കി കോ ധംകായ. ചേരുമ്പടി ചേർക്കുകയാണെങ്കിൽ നമുക്കറിയാം ജൂലിയ ഔർ ലൂണ എന്നുള്ളത് ഏതിനാണ് ചേരുന്നത്? അച്ഛേ ദോസ്ത് ഹേ, അതായത് ദ, ചായും ദായും കൂടെ. ഇവിടെ നോക്കൂ, ചായും ദായും കൂടെ ആണല്ലോ ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് അല്ലേ. രണ്ടിടത്ത് അങ്ങനെ വന്നിട്ടുണ്ട് ചായും ദായും. അപ്പോൾ ഈ ചായും ദായും വന്നത് നോക്കിയാൽ മതിയല്ലോ. ബാക്കി 2 തെറ്റാണെന്നുള്ളത് നമുക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലായി. ഇനി അടുത്ത് ഹട്ടെ കട്ടെ ആത്മീയോംനെ, ആ ശക്തരായ മനുഷ്യർ എന്താ ചെയ്തത്? ലഡ്കിക്കോ ധംകായ, പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയല്ലേ. പരമാവധി അവർ പെൺകുട്ടിയെ മരത്തിൽ നിന്ന് ഇറക്കാനായിട്ട് ഒച്ചയൊക്കെ ഇട്ടു. അപ്പോൾ ഇത് ചായും ധായുമാണ് വരുന്നത്. ഈ ചായും ധായും വരുന്നത് രണ്ടാമത്തെ നോക്കൂ, കായ്ക്കകത്തല്ലേ വരുന്നത്, വേറെ ഒരിടത്തും വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ബാക്കി 3 നോക്കേണ്ട കാര്യമേ ഇല്ല അല്ലേ. എങ്കിലും നമുക്കൊന്നുകൂടെ നോക്കാം. സേട്ടിനെ, പ്രഭു എന്താ ചെയ്തത്? പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തു, അതാക്കിയ അല്ലേ, വാക്ക് കൊടുത്തു. അതായത് ജായും തായും കൂടെയാണ് വരുന്നത്. ജായും തായും കൂടെ വരുന്നത് കായിലാണ്. എന്ന് പറഞ്ഞാൽ കാ ഇഖ ഗ ഇഖ ഈ 4 ഉള്ളതിൽ ക എന്ന് പറയുന്നതാണ്, ഈ ക്രമമാണ് സഹി, ശരിയായ ക്രമം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ജൂലിയ के दृढ़ निश्चय का समाचार अखबार में आया. लड़की ने पेड़ पर चढ़कर किया विरोध शीर्षक पर वो समाचार लिखे. ജൂലിയയുടെ ദൃഢനിശ്ചയത്തിൻ്റെ വാർത്ത പത്രത്തിൽ വന്നു. പെൺകുട്ടി മരത്തിൽ കയറി എതിർപ്പ് പ്രകടിപ്പിച്ചു. ഈ ഹെഡിങ്ങിൽ ഒരു വാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ അത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ജൂലിയനെ സേട്ട് സേ പേഡ് കോ കഭി നഹി കാട്ടനേക്കാ വാദ ലിയ. ജൂലിയ ആ പ്രഭുവിൽ നിന്ന് മരങ്ങൾ ഒരിക്കലും മുറിക്കില്ല എന്ന വാക്കും വാങ്ങിച്ചു. ജൂലിയ ഡയറി മേം യഹ് ലിഖ്തി ഹെ ഓ ഡയറി ലിഖെ. ജൂലിയ അന്ന് ആ ഡയറിയിൽ ഈ കാര്യം എഴുതുന്നു. അവളുടെ ഡയറി തയ്യാറാക്കുക. 2 ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഹെഡിങ് ലഡ്കിനെ പേഡ് പർ ചഡ്കർ കിയ വിരോധ്. ഈ ഹെഡിങ്ങിലാണ് വാർത്ത തയ്യാറാക്കാൻ പറഞ്ഞത്. സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു കാലിഫോർണിയ. जूलिया नाम की एक छोटी लड़की ने अपने गांव के लोगों के सामने एक पुराने पेड़ को काटने से बचाने के लिए अनोखा विरोध प्रदर्शन किया. ജൂലിയ എന്നു പേരുള്ള ഒരു ചെറിയ പെൺകുട്ടി തൻ്റെ ഗ്രാമീണരുടെ മുമ്പിൽ ഒരു പഴയ മരത്തെ മുറിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക രീതിയിൽ വിചിത്രമായ വിരോധമാണ് പ്രദർശിപ്പിച്ചത്. लेकिन घरों का एक समूह लगभग 738 दिनों से यानी 2 साल से भी अधिक समय से पेड़ों को काटने के लिए इंतजार कर रहा था. മരം മുറിക്കുന്ന ആൾക്കാർ അവരേതാണ്ട് 738 ദിവസം അല്ലെങ്കിൽ 2 വർഷത്തിലധികമായി ഈ മരം മുറിക്കാനായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. उनकी दृढ़ता और धैर्य से यह स्पष्ट था कि वे अपने काम को अंजाम देने के लिए कितने प्रतिबद्ध थे. അവരുടെ ആ ദൃഢസങ്കല്പം അല്ലെ ധൈര്യം, അതിൽ നിന്ന് വ്യക്തമാണ് അവരവരുടെ ജോലി പൂർത്തിയാക്കാൻ എത്ര കണ്ട് പ്രതിബദ്ധരായിരുന്നു എന്നുള്ളത്.
ലേക്കിൻ അച്ചാനക് എക് ദിൻ സഭി ലക്കട്ട്ഖാരെ ചുപ്ചാപ്പ് വഹാം സെ ചലേ ഗയേ. പക്ഷെ പെട്ടെന്നൊരു ദിവസം എല്ലാ മരമുറിക്കക്കാരും അവിടെ നിന്ന് നിശബ്ദം തിരിച്ചുപോയി. അവർ ഇസ് അപ്രത്യാശിത് ബദലാവ് കാ കാരൺ ബേനി ജൂലിയ. ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റത്തിൻ്റെ കാരണം ജൂലിയ ആയിരുന്നു. ബതായാ ഗയാ ഹെ കി ജൂലിയാനെ പേടോങ്കോ ബച്ചാനെ കെ ലിയെ ഏക്ക് സാഹസിക് കദം ഉഠായ. ഇങ്ങനെ പറയുന്നു, ജൂലിയ ഈ മരങ്ങളെ രക്ഷിക്കാനായി വളരെ സാഹസികമായ ഒരു സ്റ്റെപ്പാണ് എടുത്തത്. ഉസ്നെ പേട് പർ ചട്കർ ലക്കട്ട്ഖാരെ കാ വിരോധ് കിയ. അവൾ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നാണ് ആ മരം മുറിക്കക്കാരോട് എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഉസ്നെ എഹ് വാദാ ലിയാ കി വേ കഭി കോയി പേട് നഹിയും കാട്ടേങ്കെ. അവൾ അവരിൽ നിന്നൊരു വാക്ക് വാങ്ങിച്ചു, അവരിനി ഒരിക്കലും ഒരു മരവും മുറിക്കില്ല എന്ന. जूलिया के दृढ़ संकल्प और पेड़ों के प्रति उसके गहरे प्रेम ने ലക്കട്ട്ഖാരോं के मन को बदल दिया. അവളുടെ ആ ദൃഢനിശ്ചയവും മരങ്ങളോടുള്ള അവളുടെ ആ സ്നേഹവും ആ മരം മുറിക്കക്കാരുടെ മനസ്സിനെ മാറ്റി. ജൂലിയ के इस साहसी कदम ने पेड़ काटने वाले लोगों को चौंका दिया. ജൂലിയയുടെ ഈ സാഹസികമായ ഈ സ്റ്റെപ്പ് മരം മുറിക്കാൻ വന്നവരെ ഞെട്ടിച്ചു. उसके विरोध को देखकर वे लोग पेड़ों का महत्व समझ गए. അവളുടെ ഈ വിരോധം കണ്ടപ്പോഴാണ് അവർക്ക് മരങ്ങളുടെ മഹത്വം മനസ്സിലായത്. അവർ ഉन्होंने पेड़ को काटने का इरादा छोड़ दिया. അങ്ങനെ അവർ ആ മരം മുറിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു. जूलिया की इस बहादुरी ने न सिर्फ उस पेड़ को बचाया बल्कि गाँव वालों को भी प्रकृति की रक्षा का संदेश दिया. ജൂലിയയുടെ ഈ ധൈര്യപൂർവ്വമുള്ള നടപടികൾ കേവലം ആ മരത്തെ മാത്രമല്ല രക്ഷിച്ചത്, മറിച്ച് ആ ഗ്രാമീണരിൽ പ്രകൃതി സുരക്ഷയെക്കുറിച്ചുള്ള ഒരു സന്ദേശവും കൂടെ പകർന്നു നൽകി. ഇതാണ് റിപ്പോർട്ട്. ഇനി നമുക്ക് ജൂലിയയുടെ ഡയറിയും കൂടെ നോക്കാം. ജൂലിയക്ക് ഡയറി എഴുതുമ്പോൾ നമുക്കറിയാം തീയതിയും വർഷമൊക്കെ നമ്മൾ കാണിക്കുന്നത് അത് മിക്കവാറും ലെഫ്റ്റ് സൈഡ് ടോപ്പായിട്ടാണ് കാണിക്കുന്നത്. ഒരു കളത്തിലാണ് ഡയറി എഴുതേണ്ടത്. നമ്മൾ ഡയറി ഒരു സുഹൃത്തിനെ പോലെ സംബോധന ചെയ്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഡയറി എഴുതുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് 6 സിതംബർ 2025. നിങ്ങൾക്ക് തീയതി ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. പ്രിയ ഡയറി, ആജ് കാ ദിൻ മേ കഭി നഹീ ഭൂൽ പാഊംഗി. ഇന്നത്തെ ദിവസം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പതാ ഹെ മേനെ ആജ് എക് ബഹുത് ബഡാ കാം കിയ. അറിയാവോ, ഞാൻ ഇന്ന് വളരെ വലിയൊരു ജോലിയാണ് ചെയ്തത്. ആജ് മേനെ ലൂണ ഓർ ഉസ്കെ സാരെ ദോസ്തോं को बचा लिया. ഇന്ന് ഞാൻ ലൂണയെയും അവളുടെ എല്ലാ സുഹൃത്തുക്കളെയും രക്ഷിച്ചു. പിछले 738 ദിനം സേ മേ ലൂണ കെ ഊപ്പർ ഥി. കഴിഞ്ഞ 738 ദിവസങ്ങളായി ഞാൻ ലൂണയുടെ മുകളിലായിരുന്നു. जब मैं लकड़खारों को पेड़ काटते हुए देखती थी तो मुझे बहुत दुख होता था. മരം മുറിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം ദുഃഖം ഉണ്ടാകാറുണ്ടായിരുന്നു. കിത്തനെ നിഷ്ഠൂർ ലഘുരഹത്തെ, അവർ വളരെ നിഷ്ഠൂരരായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ലേക്കിൻ ജബ് മേനെ ലൂണ കോ ഗലേ ലഗാക്കർ കഹാ കി വേ മേരെ ദോസ്ത് ഹേ. എന്നാൽ ഞാൻ ലൂണയെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൾ എൻ്റെ സുഹൃത്താണ്. അവർ ഉൻകെ ഊപ്പർ കി മേരി വാസ്. അതിനുശേഷം ഞാൻ അവളുടെ മുകളിൽ വസിക്കാൻ തുടങ്ങി. തോ ദേഖർ, ഇത് രണ്ടും കണ്ടിട്ട് ലക്കട്ട്ഖാരോങ്ക ദിൽ പിഖൽ ഗയ. ആ മരം മുറിക്കാൻ വന്നവരുടെ ഹൃദയം അലിഞ്ഞുപോയി. മുച്ചെ ഡർ ലഗ് രഹാ താ കി വേ മുജ് പർ ഗൂസ കരേങ്കെ. ഞാൻ ഭയന്നുകൊണ്ടിരുന്നു, അതായത് അവർ എന്നോട് ദേഷ്യപ്പെടുമെന്നോർത്ത്. പർ വേ തോ മുസ്കുരാനെ ലഗെ. എന്നാൽ അവർ പുഞ്ചിരിക്കാൻ തുടങ്ങി. मैं बहुत खुश हूँ कि मेरी वजह से आज बहुत सारे पेड़ों की जान बच गई. ഞാൻ വളരെ സന്തോഷവതിയാണ്, ഞാൻ കാരണം ഇന്ന് ഒത്തിരി മരങ്ങളുടെ ജീവനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ആജ് മുझे अपने आप पर गर्व महसूस हो रहा है. ഇന്ന് എനിക്ക് സ്വയം ഒരു അഭിമാനം തോന്നുന്നു. ലൂണ और मैं आज बहुत खुश है. ലൂണയും ഞാനും ഇന്ന് വളരെ സന്തോഷവാന്മാരാണ്. हमने आज एक जीत हासिल की है. ഇന്ന് ഞങ്ങളൊരു കാര്യം ജയിച്ചിരിക്കുന്നു. ഖാസ് ദുനിയ में हर कोई पेड़ों से मेरी तरह प्यार करे. ഖാസ് ദുനിയ മേ ഹർ കോയി പേടോം സെ മേരി തരഹ് പ്യാർ കരെ. എന്നെപ്പോലെ എല്ലാവരും മരങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആജ് മേ ബഹുത് തക് ഗയി ഹും. ഇന്ന് ഞാൻ ഒത്തിരി ക്ഷീണിച്ചു. ലേക്കിൻ മേരെ ദിൽ കോ സുകുൻ മിലാ ഹെ. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ട്. ആജ് മേനെ സീഖാ കി പ്രേം ഓർ സാഹസ് സെ കുച്ച് ഭി കിയാ ജാ സക്താ ഹെ. ഇന്ന് ഞാൻ പഠിച്ചു, സ്നേഹം കൊണ്ടും സാഹസം കൊണ്ടും എന്തും കീഴടക്കാനായിട്ട്, എന്തും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മേം ആരാം സെ സോ സക്തേഹും. ഇനി എനിക്ക് വിശ്രമത്തോടുകൂടി വളരെ സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റും. ജാൻതേ ഹുയേ കി മേരെ ദോസ്ത് സുരക്ഷിത് ഹെ. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സുരക്ഷിതരാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാനായിട്ട് പറ്റും. ഇതാണ് ജൂലിയയുടെ മനോഹരമായ ഡയറി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഹച്ചി കി കഹാനി കെ ഹംസ് പഠേ 13 और 12 के उत्तर लिखे.
ഹാച്ചിക്ക് കഹാനി എന്ന കഥയുടെ ഈ ഭാഗം വായിച്ചിട്ട് 13-14 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആഖിർ പ്രൊഫസർ ഖുദ് ഉസെ ഘർ തക് ചോഡ്കർ ആയേ അവർ ദഫ്തർ ദേർ സെ ഗയെ. അവസാനം പ്രൊഫസർ സ്വയം അവനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. അങ്ങനെ ഓഫീസിലേക്ക് താമസിച്ചു പോയി. ശ്യാം को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर ഹാച്ചി उनका इंतजार कर रहा है. വൈകുന്നേരം അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷൻ്റെ ഗേറ്റിന് വെളിയിലേക്ക് വന്നപ്പോൾ കണ്ടു ഹാച്ചി അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുന്നു. ഓ ഉൻകെ സാത്ത് സാത്ത് പൈദൽ ഘർ ലൗട്ട. അവൻ അദ്ദേഹത്തിൻ്റെ കൂടെ കാൽനടയായി വീട്ടിലേക്കും മടങ്ങി. ഫിർ തോ യഹ് റോസ് കാ സിൽസില ബൻ ഗയ. പിന്നെ അത് ദിവസവുമുള്ള ഒരു ക്രമമായി, ഒരു പതിവായി മാറി. ഇനി 13ാമത്തെ ചോദ്യം നോക്കാം. ഓ ഉൻകെ സാത്ത് സാത്ത് പൈദൽ ഘർ ലൗട്ട യഹാം ഓ കോൻ ഹേ. അവൻ അദ്ദേഹത്തിൻ്റെ കൂടെ കാൽനടയായി വീട്ടിലേക്ക് മടങ്ങി. ഇവിടെ ഓ ആരാണ്, അവൻ ആരാണ്? ഹാച്ചി, പ്രൊഫസർ കി പത്നി, പ്രൊഫസർ കാ ദോസ്ത്. ഇങ്ങനെ 4 ചോയ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അവൻ എന്ന് പറയുന്നത് ഹാച്ചിയാണ് അല്ലേ. 14ാമത്തെ ചോദ്യമാണ്. ഹാച്ചി के बारे में बताते हुए प्रोफेसर अपने मित्र के नाम पत्र लिखते हैं. പ്രൊഫസർ കാ പത്ര ലിഖേ. ഹാച്ചിയോടുള്ള സൗഹൃദം വർദ്ധിച്ചു വന്ന അവസരത്തിൽ ഹാച്ചിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് ഒരു കത്ത് എഴുതുകയാണെന്നിരിക്കട്ടെ. ആ പ്രൊഫസറിൻ്റെ കത്ത് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ചോയ്സ് ഇല്ലാത്ത ഒരു ചോദ്യം തന്നെ ആണ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊഫസർ കാ പത്ര സേവാമേം. സേവാമേ എന്ന് പറഞ്ഞാൽ അഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രിയമിത്ര, സുഹൃത്തിനെ സംബോധന ചെയ്യുന്നു. നമസ്തേ, സുഹൃത്തിന് നമസ്കാരം പറയുന്നു. കൈസാ ഹേ ദോസ്ത്, സുഖമാണോ സുഹൃത്തെ? ആശാ കർത്താഹും തും സബ് ടീക്ക് ഹോങ്കെ, പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന്. മേഹാം ബഹുത് അച്ഛാഹും, ഞാനിവിടെ വളരെ സുഖമായിട്ടിരിക്കുന്നു. और अपने नए दोस्त के साथ खूब मस्ती कर रहा हूँ. എനിക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ കൂടെ ഞാൻ വളരെയധികം ആനന്ദിക്കുന്നു. तुम्हें याद है मैं तुम्हें हमेशा एक दोस्त बनाने के बारे में बताता था. ഞാൻ നിന്നോട് പറയാറില്ലായിരുന്നോ എനിക്കിവിടെ ഒരു നല്ല സൗഹൃദമില്ല, ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ നിന്നോട് പറയാറില്ലായിരുന്നോ? ആഖിർ മുझे वो मिल गया. അവസാനം എനിക്ക് ആ സൗഹൃദം കിട്ടി. मेरा यह दोस्त मेरा प्यारा ഹാച്ചി एक कुत्ता है. എൻ്റെ ആ സുഹൃത്ത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാച്ചിയാണ് കേട്ടോ. അവനൊരു നായയാണ്. ജോ മുझे ഷിബൂയ സ്റ്റേഷൻ കെ പാസ് മിലാഥ. അവനെ എനിക്ക് ഷിബൂയ എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് കിട്ടിയത്. ഹാച്ചി അബ് മേരെ ജീവൻ കാ ഏക് മഹത്വപൂർണ്ണ ഹിസ്സ ബൻ ഗയാ ഹെ. ഹാച്ചി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട അംശമായി മാറിയിരിക്കുന്നു. ഹമാരാ റിസ്ത ബഹുത് ഹി ഗഹരാ ഹെ. ഞങ്ങളുടെ ബന്ധം വളരെ ആഴമേറിയതാണ്. തും ജാൻതേ ഹോ ഹർ ദിൻ സിബൂയ സ്റ്റേഷൻ തക് ജാത്താ ഹും और ഹാച്ചി ഹമേശ മേരെ സാത്ത് ഹോത്താ ഹെ. നിനക്കറിയാവോ, ഞാൻ ഓരോ ദിവസവും സിബൂയ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഹാച്ചി ഹമേശ മേരെ സാത്ത് ഹോത്താ ഹെ, അപ്പോഴൊക്കെ ഹാച്ചി എൻ്റെ കൂടെ വരും. ഓ മേരെ സാത്ത് സ്റ്റേഷൻ തക് ആത്താ ഹെ, അവൻ എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ വരുന്നു. और जब मैं काम पर जाता हूँ वो मेरे लौटने का इंतजार करता है. ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ അവൻ ഞാൻ തിരികെ വരുന്നതും പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുന്നു. शाम को जब मैं वापस आता हूँ तो वो मुझे देखकर बहुत खुश होता है. വൈകുന്നേരം ഞാൻ തിരികെ വരുമ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ അവൻ വളരെ സന്തോഷവാനാണ്. और उसकी खुशी देखकर मेरा दिन बन जाता है. അവൻ്റെ സന്തോഷം കണ്ടാണ് എൻ്റെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഹാച്ചി സിർഫ് ഏക് കുത്ത നഹി ഹെ ഓ മേരാ സബ്സെ അച്ഛാ ദോസ്ത് ഹെ. ഹാച്ചി വെറും ഒരു നായ മാത്രമല്ല, അവൻ എൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തും കൂടെയാണ്. ഓ മേരി ഹർ ഭാവനാക്കോ സമസ്താ ഹെ. അവൻ എൻ്റെ ഓരോ ചിന്തയും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജബ് മേം ഉദാസ് ഹോത്താഹും തോ മേരെ പാസ് ആക്കർ ബൈഠ് ജാത്താ ഹെ. ഞാൻ അല്പം ഉദാസീനനായാൽ അവൻ എൻ്റെ അടുത്ത് വന്നിരിക്കും. और जब मैं खुश होता हूँ तो वो मेरे साथ खेलता है. ഞാൻ സന്തോഷവാനാണെങ്കിൽ അവൻ എൻ്റെ കൂടെ കളിക്കും. उसकी वफादारी और प्यार ने मुझे सिखाया है कि सच्चे रिश्ते क्या है. അവൻ്റെ അവിശ്വസ്തതയും സ്നേഹവും എന്നെ പഠിപ്പിച്ചു യഥാർത്ഥ ബന്ധം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചു. मैं बहुत खुश हूँ कि ഹാച്ചി മേരെ ജീവൻ മേം ആയ. ഞാൻ വളരെ സന്തോഷവാനാണ് ഹാച്ചിയെ എനിക്ക് ജീവിതത്തിൽ ലഭിച്ചതിന്. മുझे उम्मीद है कि जल्द ही तुम ഹാച്ചി से मिल पाओगे. എനിക്ക് പ്രതീക്ഷയുണ്ട് നിനക്കും പെട്ടെന്ന് തന്നെ ഹാച്ചിയെ കാണാനായിട്ട് പറ്റുമെന്ന്. തുമേ ഭി ഉസസെ മിൽക്കർ ബഹുത് അച്ഛാ ലഗേഗ. തീർച്ചയായിട്ടും അവനെ കാണുമ്പോൾ നിനക്കും വളരെ നന്നായിട്ട് അനുഭവം തോന്നും, നല്ല അനുഭവം ഉണ്ടാകും.
അപ്നാ ഖ്യാൽ രഖന, നിൻ്റെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കണേ, സുഖമായിട്ടിരിക്കണേ. തുമാരാ മിത്ര പ്രൊഫസർ യുവേനോ, നിൻ്റെ സുഹൃത്ത് പ്രൊഫസർ യുവേനോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് 2 ചോദ്യങ്ങളും കൂടെയാണ് അവശേഷിച്ചിട്ടുള്ളത്. ഒന്ന് ഒരു ചിത്രമാണ്, നോക്കൂ. നീച്ചെ ദിയെ ചിത്രംഗോ പെഹചാൻകർ കിനി ദോ കെ ബാരെ മേം ഏക് ഏക് വാക്യ ലിഖേ. 4 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 ചിത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും 2 എണ്ണത്തിനെക്കുറിച്ച് ഓരോ വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കിനി ദോ കെ ബാരെ മേം ഏക് ഏക് വാക്യ ലിഖേ, ഏതെങ്കിലും 2 എണ്ണത്തിനെക്കുറിച്ച് ഓരോരോ വാക്യങ്ങൾ എഴുതാൻ. ഞാൻ നിങ്ങൾക്ക് 4നെക്കുറിച്ചും ഓരോ വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് നമുക്കറിയാം, ചിത്രം കാണുമ്പോഴേ കുട്ടികൾ പന്ത് കളിക്കുകയാണ് അല്ലേ. ലഡ്കെ ഫുട്ബോൾ ഖേൽ രഹേ ഹേ, ആൺകുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ എന്താണെന്ന് നോക്കിയേ, ലക്കഡ് ഖാരെ ലക്കടി കാട്ട് രഹേ ഹേ അല്ലേ. മരം മുറിക്കക്കാര് മരം മുറിക്കുന്ന ചിത്രമാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചിത്രം എന്താണ്, ഒരു പെൺകുട്ടി ഒരു പൂച്ചയും കൂടെ കളിക്കുന്നു അല്ലേ. ലഡ്കി ഓർ ബില്ലി ഖേൽ രഹേ ഹൈം, ഒരു പെൺകുട്ടി പൂച്ചയുടെ കൂടെ കളിക്കുന്നു. ഇനി നാലാമത്തേതോ, ഒരു തേനീച്ച പൂവിൽ വന്നിരുന്ന് തേൻ കുടിക്കുന്നു. ഇതാണ് 4 എണ്ണം അല്ലേ. 4ൻ്റെ വാക്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്കും കൂടെ കടന്നിട്ട് ഉത്തരം തരാം. ചിത്രമൊക്കെ ആധാർ പർ 2 പ്രശ്ന ബനായെ, ഈ ചിത്രങ്ങളെ ആധാരമാക്കി 2 ചോദ്യങ്ങൾ ഉണ്ടാക്കാനും കൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. നോക്കൂ, ലഡ്കെ ഫുട്ബോൾ ഖേൽ രഹേ ഹേ, ആൺകുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ചിത്രം അല്ലേ. രണ്ടാമത്തേത് ലക്കഡ് ഖാരെ ലക്കടി കാട്ട് രഹേ ഹേ, മരം മുറിക്കക്കാര് മരം മുറിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തേത് ലഡ്കി ബില്ലി കെ സാത്ത് ഖേൽ രഹി ഹേ, പെൺകുട്ടി പൂച്ചയുടെ കൂടെ കളിക്കുന്നു. നാലാമത്തേത് മധുമക്കി മധു പി രഹി ഹേ, തേനീച്ച തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് 4 ചിത്രങ്ങളുടെയും വാക്യങ്ങൾ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എണ്ണം നിങ്ങളുടെ ആൻസറായിട്ട് എഴുതിയാൽ മതി. ഇനി 2 ചോദ്യങ്ങളും കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ 2 ചോദ്യങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ലഡ്കി ക്യാ കർ രഹി ഹേ, പെൺകുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൻ ലക്കടി കാട്ട് രഹേ ഹേ, ആരാണ് മരം മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 2 ചോദ്യം കൂടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രിയ കുട്ടികളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഉടൻ തന്നെ അടുത്ത പാഠത്തിൻ്റെ വീഡിയോയുമായി ഞാൻ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. हर दिन नए सपने हम संग